ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ക്യാമറ മച്ചനായ കാശി എൻ്റെ അന്നച്ചൻ്റെ സ്വന്തം ചേട്ടൻ, അന്നച്ചൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോന്. നമ്മളിന്ന് ഈ പഞ്ചാരപ്പഴത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്ന. ഞാനൊരു കാര്യം പറഞ്ഞത്, എൻ്റെ ചേട്ടൻ്റെ വീഡിയോയുടെ പേരാണ് കാളി വ്ളോഗ്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം. ഈ ഒരു മരത്തിൽ ഇത്തിരി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പഴുത്ത് വരും. എന്നുവെച്ചാൽ 1 വർഷമൊക്കെ എടുക്കും പഴുത്ത് വരാനായിട്ട്. പച്ചക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, ഇത്തിരി കൂടെ വലുതായിട്ടുള്ള. ഇതാണ് കേട്ടോ മരം. ഗൈസ്, നമ്മളിന്ന് വേറെ ഒരെണ്ണം പറിച്ച് കാണിക്കാം. ഇതാണ് അതൊക്കെ ഞാനും ഉണ്ട്. ഞാൻ പറിക്കാൻ പോവാണ്. ഇവർക്കൊന്നും ഒന്നും കഴിയില്ല. അപ്പോൾ എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഒരു നല്ല സാധനം പറിച്ചു തരാവേ. നിങ്ങളൊന്ന് കണ്ടു, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് ഞങ്ങളെ കമൻറ്റിൽ തന്നെ. ആരുടെയൊക്കെ വീട്ടിൽ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ എവിടെയാണ് ക്യാമറ അടിക്കണത്? സമ്മതിച്ചു കൊടുക്കണം. എവിടെയൊക്കെ ക്യാമറ അടിക്കുന്നത്? ക്യാമറ അടിക്കാൻ അറിയാത്തവർക്ക് നിങ്ങൾ കൊടുക്കണം. ഞാൻ കാണുന്നില്ലല്ലേ, മൊത്തം അങ്ങോട്ട് പോകാം. അതിൻ്റെ പൂ ഞങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ പൂ എന്താണ്? എൻ്റെ പൂ നല്ല രസമാണ്. ആ മുല്ലപ്പൂ പോലെ ഇരിക്കുന്നു. കട കളയാം. ഇതാണ് കിട്ടി. ഇത് പച്ചക്ക് കഴിച്ചാൽ നല്ല മധുരമാണ് കേട്ടാ. കുറേ പേരുടെ വീട്ടിലുണ്ട് ഇത്. എത്ര 100 സംതിങ് മില്യൺ. ഇത് ഇങ്ങനെ ഓന്തോ മണ്ണ് പോലത്തെ സാധനം ഒഴുകി വരും. എന്നാൽ നീര് കുടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തൊടി കളയും. മധുരം എന്ന് വെച്ചാൽ അമ്മാതിരി മധുരമാണ്. പൊക്കി പിടിക്കാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. പൊക്കി പിടിക്കും. ഓക്കെ ഗൈസ്, നമ്മളുടെ വീഡിയോ നമ്മൾ കുറേ നാളായി ഗപ്പീനെ ഷാർക്കിനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതൊന്ന് കാണാവേ. ഭവിഷ്യമുണ്ട് ഇവിടെ. നിങ്ങളുടെ വ്ളോഗാണ് ഭാഗ്യ MP. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേ പോവാ, ഇതിലേ പോവാം. ഷാർക്കിന്റെ കുഞ്ഞുണ്ടേ. ഷാർക്കിന്റെ കുഞ്ഞാണോ അടി? ഷാർക്കിന്റെ കുഞ്ഞാണോ? കറുപ്പ് ഷാർക്കിന്റെ കുഞ്ഞല്ലേ? ഇതിൻ്റെ അകത്ത് വന്ന വലിയ ഷാർക്ക് അവിടെ. വലിയ ഷാർക്ക് ചിലപ്പോൾ അത് എന്നാ സംഭവമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ലേ. എന്റെ അച്ഛൻ്റെ കൈയിട്ട് കഴിച്ചിട്ടുണ്ട്. നിൽക്കണ്ടേ? ഷാർക്കിന്റെ നമ്മളിത്തിരി തീറ്റ ഇട്ടോട്ട് എല്ലാം കൂടെ ഓടി വരും. ഇത്തിരി 7 വയസ്സുകാരൻ മീനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. തീറ്റ എടുത്തോണ്ട് വരാം. തീറ്റ എടുത്തോണ്ടി. ഇത്തിരി വലുതാണ്, ചെറുതെടുത്തിട്ട്. ഇവിടെ ഒരു ഗപ്പി അവിടെ നിൽപ്പുണ്ടേ. ചെടി കളഞ്ഞാ? അവന്റെ ചെടി വെച്ചല്ല കഷ്ടപ്പെട്ട്. തീറ്റടി ഇട് കിടപ്പുണ്ടേ.
ഒളിപ്പിച്ചൊന്നുമല്ല ചേട്ടാ വീഡിയോ എടുക്കുന്നത്. ഇനിയോട്ടൊക്കെ ഇറങ്ങി ഒരു കടി കിട്ടും നമ്മളെ കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തെ. ഷാർപ്പും ഗോൾഡേഷ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുപ്പിനെ പിടിച്ച് ഇറങ്ങായിരുന്നേ. ഇത് കുറെ ഹൈബ്രിഡ് ആണ് ഇപ്പം കണ്ടോ ഗൈസ്, കുറേ ഉണ്ട്. ഫിൽറ്ററാണേ, അതാണ് ഹൈബ്രിഡ്. ഇടക്കോട്ട് കയറിപ്പോ ഞാൻ ക്യാമറ ഇടട്ടെ. അങ്ങോട്ട് ഓടുന്നുണ്ടേ, കൂട്ടക്കാരാണ് നിൽക്കുന്ന ഗോൾഡ് ഫിഷ്. പർപ്പിൾ ബെറി ആണ് ഈ പോകുന്നത്, അല്ലെ എലിഫന്റ് ഇയർ ആണ് ഈ പോകുന്നത്. അടി അടിച്ചോണ്ടല്ലോ അവിടെ വീണ്ടും ആ വലിയ ഷാർക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഇതിപ്പോ കുറച്ച് ക്ലിയർ ആയതുകൊണ്ട് നല്ല നമ്മുടെ ഒരു കൈപ്പത്തിയുടെ സൈസ് ഉണ്ടാവും. അത് കൈപ്പത്തിനെക്കാട്ടും കൂടുതലാണ് സൈസ്. നല്ല ഇതുണ്ട്. അങ്ങോട്ടറി അങ്ങോട്ടറി ഗപ്പി കൂട്ടാനാണ് ഗപ്പി കിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇല്ലേ, ഈ മീന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ ഒന്ന് പറഞ്ഞതാ. മാണിക്കുട്ടനെ ഒന്നുമില്ല എന്റെ മീനിന്റെ പേര്. മീൻ ആർക്കെങ്കിലും പേരിടുക ഗൈസ്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക, ഷാർക്കിനെ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ടാ കുറച്ച് എന്താ കുറച്ച് മതി. ഞാൻ ഇപ്പൊ കാണിച്ചത് എങ്ങനെയാണോ ആവോ എന്നതാണോ എന്തോ അത് പോകണ്ടേ. അവർക്ക് വിശക്കണില്ല ഇപ്പം, അതാണ് കുഴപ്പം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ പോയി ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഭവിഷ്യനെ കാണിച്ച് നമ്മൾ നിർത്തുകയാണ്. ബൈ.